1983 നവംബർ 26 വെസ്റ്റ് ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിനടുത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. ഹീത്രോ ഇന്റർനാഷണൽ ട്രേഡിംഗ് എസ്റ്റേറ്റിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോൾ വരികയാണ്. കുറച്ച് ആളുകൾ അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന പണവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊള്ളയടിച്ചു കൊണ്ടുപോയെന്നായിരുന്നു ആ ഒരു കോളിൽ പറഞ്ഞത്. പോലീസുകാർ അവിടെ എത്തി നോക്കുമ്പോൾ മില്യൺ കണക്കിന് പൗണ്ടിൻ്റെ ഗോൾഡ്, അതുപോലെ തന്നെ ക്യാഷ്, ഡയമണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ലോസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു 3-4 ഓഫീസേഴ്സിനെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള കവർച്ചകളും മറ്റുമൊക്കെ നടത്തി കടന്നു കളഞ്ഞത്. പോലീസുകാർ നോക്കുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ലീഡൊന്നും തന്നെ ലഭിച്ചില്ല. ആകപ്പാടെ കിട്ടിയത് ഒരു ഹാൻഡ് ഗൺ ആയിരുന്നു, അതുമ്പോൾ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു ക്യാപ്പും ഉണ്ടായിരുന്നു. ബാക്കി ഫുട് പ്രിന്റോ ഫിംഗർ പ്രിന്റോ തുടങ്ങിയിട്ടുള്ള യാതൊരു തെളിവുകളോ അവശേഷിപ്പിക്കാതെ ആയിരുന്നു ഈ ഒരു ഗ്യാങ് വന്ന് ഇത്ര വലിയ ഒരു മോഷണം നടത്തിപ്പോയത്. ബ്രിട്ടൻ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നാണത്. അപ്പോൾ അവരെങ്ങനെയാണത് ചെയ്തത്, അതുപോലെ തന്നെ പിന്നീട് ഇവരെ ട്രാക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, ആ ഗോൾഡും മറ്റും റിക്കവർ ചെയ്തു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാർ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് പറയത്തക്ക തുമ്പൊന്നും കിട്ടിയില്ല. ആകപ്പാടുണ്ടായിരുന്ന CCTV വിഷ്വലിൽ നോക്കുമ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അവർ മുഖം മൂടിയും അതുപോലെ തന്നെ ഗ്ലൗവും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. ഈ ഒരു ആ സ്ഥലത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുപോലെ, അതുപോലെ തന്നെ നല്ല കറക്റ്റ് പ്ലാനിങ് ഉള്ളതുപോലെയായിരുന്നു അവർ പെരുമാറിയത്. അവർ പെട്ടെന്നുകൊണ്ട് വന്നു. ആകെപ്പാടൊരു 3-4 ഓഫീസേഴ്സ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പെട്ടെന്നുകൊണ്ട് തന്നെ ഓവർ പവർ ചെയ്ത് കീഴ്പ്പെടുത്തി. പിന്നീട് ഈ കൊള്ളയും കാര്യങ്ങളൊക്കെ നടത്തി. ഏകദേശം 3000 കിലോളം ഗോൾഡാണെന്ന് അവിടെ നിന്ന് കാണാതായത്. അതായത് 3 ടണ്ണോളം ഗോൾഡ്. ഇത് പോരാത്തതിന് പിന്നെ വേറെ ഡയമണ്ട്സ് ഉണ്ടായിരുന്നതും ക്യാഷ് ഉണ്ടായിരുന്നതും എല്ലാം തന്നെ ആ കള്ളന്മാർ കൊണ്ടുപോവുകയാണ്. രാജ്യം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു മോഷണമായതുകൊണ്ട് പോലീസിനും വലിയ രീതിയിലുള്ളൊരു തലവേദനയാവുകയാണ്. അപ്പോൾ അവർ CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ കള്ളന്മാർ അകത്ത് കയറിയ ഡോറൊന്നും തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ആരോ തുറന്നു വെച്ചേക്കുന്നത് പോലെയായിരുന്നു. പിന്നെ ഈ ഒരു മോഷണത്തിൻ്റെ സ്റ്റൈലും മറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് നിന്ന് ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് ഏകദേശം ഒരു ധാരണ ലഭിക്കുകയാണ്. അങ്ങനെ അന്ന് ജോലിയിലുണ്ടായിരുന്ന എല്ലാ ഓഫീസേഴ്സിനെയും പോലീസുകാർ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ അവിടെ അന്നത്തെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആൻ്റണി ബ്ലാക്കിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അയാൾക്ക് കുറച്ച് ഡ്രഗ് ഡീലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് കുറച്ച് കണക്ഷനുള്ള ഒരാളാണെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇയാളും ആ ഒരു ഗ്യാങ്ങും ത്രൂ എങ്ങാനോ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല അങ്ങനെയുള്ള ആളുകളാണോ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത് എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ കൊള്ള നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസിനൊരു കോൾ വരികയാണ്. 9 പേർക്കെതിരെ തനിക്ക് സംശയം ഉണ്ടെന്നും അപ്പോൾ ഇവരായിരിക്കാം അത്തരത്തിലുള്ളൊരു കൊള്ള നടത്തിയതെന്നുമായിരുന്നു ആ ഒരു കോളിലുണ്ടായത്. അപ്പോൾ ആ 9 പേരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആൾ പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു 9 പേരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അവരെ കൊണ്ട് ഇതേപോലെ തന്നെ ആ കള്ളന്മാർ ആ സ്ഥലത്ത് വെച്ച് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് റിപ്പീറ്റഡായിട്ട് ഇവരെ 9 പേരെയും കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിച്ചു. അതിനുശേഷം ഈ വാക്കുകൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഒരാളുടെ സൗണ്ടും അന്നവിടെ കേട്ട സൗണ്ടും തമ്മിൽ നോക്കുമ്പോൾ വളരെയധികം മാച്ച് ആവുന്നുണ്ടായിരുന്നു. മൈക്കി എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്. അപ്പോൾ ആളുടെ ഫിംഗർ പ്രിൻറ്റ് പിന്നെ ആ ഹാൻഡ് ഗൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഗണ്ണിൽ നിന്നുള്ള ഫിംഗർ പ്രിൻറ്റ് നോക്കുമ്പോൾ മാച്ച് ആകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഗണ്ണിൽ ആൻ്റണി ബ്ലാക്കിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആയതായിട്ടും പറയുകയാണ്. അങ്ങനെ ഇവരെ കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ഇയാളാണ് ഇതിൻ്റെ മെയിൻ സൂത്രധാരൻ എന്നുള്ളൊരു നിലയിൽ ഇതേപോലെ തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇയാളുടെ 2 കൂട്ടാളികളെയും കൂടെ പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയാണ്. ആൻ്റണി ബ്ലാക്കിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് ഇവർ തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ഇവർ 2 പേരും ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒരേ സ്ഥലത്തുണ്ടായിരുന്നതായിട്ട് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആൻ്റണിയെ കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു പോലീസുകാർ. അപ്പോൾ പോലീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അയാൾ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ഏകദേശം ഒരു 10 മാസം മുൻപ്, അതായത് ജാനുവരി 1983 ആള് ആ ഒരു സ്ഥലത്ത് ജോലിക്കായിട്ട് കയറുന്നത് ഒരു സെക്യൂരിറ്റി ഓഫീസറായിട്ട്. വേറൊരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്ക് എന്ന് പറയുന്ന ആൾക്ക് ഹീത്രോ ഇന്റർനാഷണൽ ട്രേഡിംഗ് സെൻറ്ററിൽ എല്ലാ വീക്കെൻഡ്സും അവിടെ കളക്ട് ചെയ്യുന്ന പൈസ എണ്ണുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചു. അങ്ങനെ ആളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനെ അന്വേഷിക്കുകയാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ടൊരു കാര്യം പ്ലാൻ ചെയ്യാം. ഒറ്റത്തവണ അവിടെ കയറി ആ ഒരു പൈസ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു പരിപാടിക്കും പോകണ്ട, അതോടുകൂടി ലൈഫ് സെറ്റിലാകും എന്നുള്ളൊരു രീതിയിൽ ഇയാൾ തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്. ബ്രയാൻ റോബിൻസൺ എന്നായിരുന്നു ആ ഒരു ഫ്രണ്ടിൻ്റെ പേര്. ഈ ബ്രയാൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ബ്രദറായിരുന്നു ഈ പറയപ്പെടുന്ന നമ്മളുടെ ആൻ്റണി ബ്ലാക്ക്.
അങ്ങനെ ഈ ആൻ്റണി ബ്ലാക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ബ്രയാനെ ഈ ഒരു മൈക്കിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഈ ഒരു എന്താ പറയുക ആൻ്റണി ബ്ലാക്കിനെ കാണാനായിട്ട് പോവാണ്. അവർ ഇങ്ങനെയുള്ളൊരു പ്ലാൻ പറഞ്ഞു, അതായത് നമ്മൾ ഒറ്റ തവണ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ പണിക്കൊന്നും പോകണ്ട, കാര്യങ്ങളെല്ലാം സെറ്റാവുമെന്ന് പറഞ്ഞു. എന്നാൽ ആൻ്റണി ബ്ലാക്ക് ആദ്യം ഇതിന് സമ്മതിച്ചില്ല. എന്നാലും പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടും, ഇതേപോലെ പൈസ കിട്ടും, അതേപോലെ ഒരുപാടധികം ഇവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം ഇവർ വിജയിക്കുകയാണ്. അവസാനം ആൻ്റണി ബ്ലാക്ക് ഇതിന് ഫുള്ളായിട്ട് സഹകരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടെ ചേർന്ന് പിന്നെ ഒരു 3 പേരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് അവർ ഒരു 6 പേര് ഇത്തരത്തിലൊരു വലിയ മോഷണം സ്റ്റാർട്ടിങ്ങിൽ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ആൻ്റണി ബ്ലാക്കിൻ്റെ അടുത്ത് അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടേക്കാണ് ക്യാമറ, അതേപോലെ തന്നെ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇയാൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആളതിൻ്റെ ഫോട്ടോഗ്രാഫ്സും ബാക്കിയുള്ള ഡീറ്റെയിൽസും തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ടീമിന് കൈമാറുകയാണ്. ടോട്ടൽ നോക്കുമ്പോൾ മാസങ്ങളെടുത്തിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആൻ്റണി ഇതേപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള ദിവസം ഇവർ എന്താ പറയുക ഈ ഒരു മോഷണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ആ ഒരു വീക്കെൻഡ് ടൈമിൽ. അപ്പോൾ ഇയാളുടെ അടുത്ത് പറഞ്ഞു, ഒരു 6 മണി ടൈമൊക്കെ ആവുമല്ലോ, ആ സമയമാകുമ്പോഴത്തേനും നീ ഡോറുകളെല്ലാം തന്നെ തുറന്നു വെക്കും, ഞങ്ങൾക്ക് ഈസി ആയിട്ട് കയറുന്നതിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ബാക്കിയുള്ള ഓഫീസേഴ്സിൻ്റെ കൂടെ അവിടെ എന്താ പറയുക പേടിച്ചാരണ്ട് ഇരുന്നോളണം, അഭിനയിച്ചോളണം. അതായത് നീ അവരിലൊരാളാണ്, ഞങ്ങളുടെ കൂടെ ആണെന്നുള്ള രീതിയിലേ നിൽക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത ഡേറ്റ് എത്തി 1983 നവംബർ 26. ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആൻ്റണി ബ്ലാക്കിനായിരുന്നു അന്ന് സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. പിന്നെ അന്നേ ദിവസം പുറത്ത് ഈ മൈക്കിയും അതുപോലെ തന്നെ ഗ്യാങ്ങും കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ആൾ പതുക്കെ വന്ന് ഒരു 6:15 ആയപ്പോഴത്തേനും ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് പുറത്തുണ്ടായിരുന്ന ടീമിന് സിഗ്നൽ കൊടുക്കുകയാണ്. ആ ഒരു സിഗ്നൽ കിട്ടിയ പാടെ അവരെല്ലാവരും കൂടെ നേരെ ആ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ അകത്തോട്ട് കയറുകയാണ്. അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ വളരെ പെട്ടെന്ന് തന്നെ അവരെ ഓവർ പവർ ചെയ്തിട്ട് ഗൺ പോയിന്റിൽ നിർത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അന്ന് കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം 3 മില്യൺ പൗണ്ടോളം ക്യാഷ് ആയിട്ട് അവിടെ ഉണ്ടാകും. അതും കൊള്ളയടിച്ച് പോകാമെന്നായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇവരൊക്കെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ടും വോൾട്ടൊന്നും തുറന്നു കൊടുത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡ്രസ്സൊക്കെ അയച്ചു, അതിനുശേഷം അതുമ്മൽ പെട്രോളൊക്കെ ഒഴിച്ച് പിന്നെ ഇവരുടെ മേത്ത് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുമെന്ന് പറയാണ്. അതായത് വോൾട്ട് തുറന്നില്ല എന്നുണ്ടെങ്കിൽ കത്തിക്കും. അത്രയും പേടിപ്പിച്ചപ്പോൾ ലാസ്റ്റ് ഒരാൾ ചെന്ന് വോൾട്ട് തുറന്നു കൊടുക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാർ തന്നെ ഞെട്ടിപ്പോകുന്നത്. അവിടെ ഏകദേശം 3000 കിലോളം ഗോൾഡും പിന്നെ ഡയമണ്ടും ക്യാഷും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം അന്നത്തെ ഒരു വർത്ത് വെച്ച് നോക്കുമ്പോൾ 27 മില്യൺ പൗണ്ടിൻ്റെ അത്രയും എന്താ പറയുക ഗോൾഡും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഒരു വർത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 100 മില്യൺ പൗണ്ടിന് മുകളിൽ പോകും. അപ്പോൾ തന്നെ അവർ ആ ഒരു ട്രക്ക് കൊണ്ടുവന്നു. ആ ട്രക്കിൽ ഈ ഗോൾഡ് ബാറും കാര്യങ്ങളെല്ലാം കയറ്റി പിന്നീട് എന്താ പറയുക ഡയമണ്ടും പൈസയും എല്ലാം കയറ്റി അവിടെ ഫുള്ള് കാലിയാക്കി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഇവരിത് പങ്കിട്ടെടുത്തു. പിന്നീട് അവർ സ്പ്ലിറ്റായി പോയി. അതിനുശേഷമാണ് ഈ ഒരു ആൻ്റണി ബ്ലാക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരായിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പോലീസുകാർ മൈക്കിനെ പിടിക്കാനായിട്ട് ആളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ബ്രിങ്ക്സ് അതുപോലെ തന്നെ മാറ്റ് എന്ന് പറയുന്ന 2 റോട്ട് വീലർ നായ്ക്കളുണ്ടായിരുന്നു. അപ്പോൾ ബ്രിങ്ക്സ് ആൻഡ് മാറ്റ് കേസ് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കേസ് ഫേമസ് ആയിരിക്കുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിങ്ക്സ് ആൻഡ് മാറ്റ് എന്നുള്ള ആ ഒരു ടേം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. പിന്നെ ഈ ഒരു കേസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ കുറ്റവാളികളും പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാടധികം ദുരൂഹതകൾ ഉണ്ടായതായിട്ട് പറയുകയാണ്. ഈ ഒരു കേസ് കഴിഞ്ഞിട്ടും അതേപോലെ തന്നെയുള്ള എന്താ പറയുക ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിൽ നിന്നും ആയിരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ഗോൾഡ് അവിടെ പോയി ഇവിടെ പോയി എന്നുള്ള കുറേ കാര്യങ്ങൾ. അതായത് ഈ ഗോൾഡിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ പോലീസിന് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അതായത് ഒരു 11 ഗോൾഡ് ബാറോ അങ്ങനെ എന്തോ മാത്രമേ റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ ഗോൾഡായിട്ട്. അപ്പോൾ അത്രത്തോളം അത് മാർക്കറ്റിൽ അങ്ങനെ സ്പ്രെഡായി പോയ ഒരു സംഭവമാണിത്. ഈ ഒരു കേസിൽ ആൻ്റണി ബ്ലാക്കിന് 6 വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചത്. ബ്രയാനും മൈക്കിക്കും 25 വർഷത്തെ തടവ് ശിക്ഷയുമാണ് ലഭിച്ചത്. ഇവരുടെ കൂടെ ടോണി ബ്ലാക്ക് എന്ന് പറയുന്ന വേറൊരാളുണ്ടായിരുന്നു. അയാളെ വെറുതെ വിടുകയാണ്. പിന്നെ കെന്നത്ത് എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ പോയ സമയത്ത് അയാൾ മൽപ്പിടുത്തത്തിൽ ഇതേപോലെ തന്നെ ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ അയാൾക്ക് 14 വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചത്. ഇയാളെങ്ങനെയാണ് പോലീസിന് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗോൾഡ് ബാങ്ക് ത്രൂ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ എന്താ പറയുക പോലീസിന് ബാങ്കുകാർ ഷെയർ ചെയ്യാണ്. അപ്പോൾ പോലീസുകാർ എത്തി നോക്കിയപ്പോൾ എന്താ പറയുക ഇയാളാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആൾ ആ ഒരു ഗോൾഡും കാര്യങ്ങളൊക്കെ ഉരുക്കി കോപ്പറൊക്കെ കയറ്റി അത് അയാളുടെ ഗോൾഡാണെന്നുള്ള രീതിയിൽ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ആ ഒരു ഗോൾഡ് ക്യാഷ് ആക്കാൻ നോക്കിയ ഒരു ടൈമിലായിരുന്നു പോലീസിൻ്റെ പിടി വീണത്. പിന്നെ ഈ ഗോൾഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് ഇവരുടെ കൂടെ കുറേ ആളുകളുണ്ടായിരുന്നു. അതിലൊരാളാണ് ക്ലാർക്ക്. അയാൾക്ക് 6 വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേസിൽ എല്ലാവരും ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാടധികം കോൺസ്പിറസീസ് ഉള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു കേഴ്സ്ഡ് ഗോൾഡ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കുറേ പേര് എന്താ പറയുക കൊല്ലപ്പെടുന്ന സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ചാർലി വിൽസൺ എന്ന് പറയുന്ന ഒരു ലോണ്ടർ ഉണ്ടായിരുന്നു. ആള് ഗോൾഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക വെളുപ്പിക്കാനായിട്ട് ആളുടെയിലൊക്കെ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. 1990 അയാൾ വെടികൊണ്ട് മരിക്കുകയാണ്. ആളൊരു സ്പെയിൻകാരനായിരുന്നു കേട്ടോ. വേറൊരു ലോണ്ടർ ആയിരുന്നു ഡൊണാൾഡ്. ആള് 1993 വെടികൊണ്ട് മരിച്ചത്. പിന്നെ വേറൊരു സൊളീന ഹോം എന്ന് പറയുന്ന വേറൊരു ലോണ്ടർ ആള് 1998 ഇതേപോലെ തന്നെ വെടികൊണ്ട് മരിക്കുകയാണ്. പിന്നെ ബ്രയാംബറി എന്ന് പറയുന്ന മൈക്കിയുടെ ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ 2001 വെടികൊണ്ട് മരിച്ചു. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു അസോസിയേറ്റ് ആയിട്ടുള്ള ജോർജ് ഫ്രാൻസിസ് 2003 വെടികൊണ്ട് മരിക്കുകയാണ്. പിന്നെ വേറൊരാൾ ജോൺ പാൽമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാൾ ഇതേപോലെ തന്നെ മോഷണങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഏകദേശം ഒരു 300 മില്യൺ യൂറോൻ്റെ സ്വത്ത് ഉണ്ടാക്കിയിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ അയാളെ ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇതിൽ എന്താ പറയുക വളരെ വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. അയാൾ ഇതേപോലെ തന്നെ വെടികൊണ്ട് മരിക്കുകയാണ്. ഇയാളെ കൊന്നതാരാണെന്നോ എന്തിനാണ് കൊന്നതെന്നോ തുടങ്ങിയിട്ടുള്ളതൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസിന് വലിയ കാര്യമായിട്ട് ഗോൾഡ് ഒന്നും റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആകപ്പാടെ 10-11 ഗോൾഡ് ബാർസ് എന്തുമാണ് റിക്കവർ ചെയ്തത്. 2000 BBC ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നതനുസരിച്ചിട്ട് 1983 ശേഷം ഗോൾഡിൻ്റെ ജ്വല്ലറിയും കാര്യങ്ങളും അവിടെയുള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിലെല്ലാം തന്നെ ഈ ഒരു റോബറിയിൽ നടന്ന ഗോൾഡിൻ്റെ, അതായത് ആ റോബ് ചെയ്ത ഗോൾഡിൻ്റെ അംശം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതെ, ബ്രിങ്സ്മാറ്റ് റോബറി ഗോൾഡിൻ്റെ അംശമില്ലാത്ത ആഭരണങ്ങളൊന്നും തന്നെ അതിനുശേഷം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ലെന്ന്. അത്രത്തോളം ആ ഒരു ഗോൾഡ് ആ രാജ്യം മുഴുവൻ വ്യാപിച്ചു പോയി എന്നുള്ളൊരു തരത്തിലാണ് പറയപ്പെടുന്നത്. പിന്നെ 2001 വേറൊരു ട്വിസ്റ്റ് കൂടെ നടക്കുകയാണ്. അത് ഈ റോബറിയിൽ പാർട്ടായിരുന്ന ഒരാളുണ്ടല്ലോ, ഈ ഗ്യാങ് മെമ്പേഴ്സിൽ ഒരാൾ ഇതേപോലെ തന്നെ വെളിപ്പെടുത്തിയൊരു സംഭവമാണ്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഗോൾഡ് ഉണ്ടല്ലോ, ഈ 3 ടണ്ണോളം വരുന്ന ഗോൾഡ്, ആ സംഭവങ്ങളെല്ലാം തന്നെ ഫിലിപ്പീൻസിൽ തന്നത് പ്രസിഡന്റും അവിടുത്തെ ഫസ്റ്റ് ലേഡിയും കൂടെ സ്കാമും കാര്യങ്ങളൊക്കെ കാണിച്ച് മുക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചതായിരുന്നു. ഫെർഡിനാണ്ടും അതുപോലെ തന്നെ ഇമല മാർക്കോസും. അപ്പോൾ അവിടെയുള്ള വേറെ ഏതൊക്കെയോ ടീം ഇവരെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു ടീമിനെ ഹയർ ചെയ്തതാണ് ആ ഒരു ഗോൾഡ് അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഗ്യാങ് മെമ്പേഴ്സിന് എല്ലാവർക്കും നല്ല കനത്ത തുക ഇവർ ഇതേപോലെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവർക്ക് കിട്ടിയത്. ഈ ഗോൾഡ് പോലീസിന് റിക്കവർ ചെയ്യാൻ സാധിക്കാഞ്ഞതിൻ്റെ കാരണം അത് തിരിച്ച് ഫിലിപ്പീൻസിലോട്ട് എത്തിയത് കൊണ്ടാണെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ ഹീത്രോ ഇൻ്റർനാഷണൽ എസ്റ്റേറ്റ് പറഞ്ഞതനുസരിച്ചിട്ട് ആ ഗോൾഡും കാര്യങ്ങളും പിറ്റേ ദിവസം, അതായത് കൃത്യം നടന്ന അന്ന് തന്നെ ഹോങ്കോങ്ങിലുള്ള എക്സ്ചേഞ്ചിലോട്ട് പോകേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കേസിനെ ചുറ്റിപ്പറ്റിയിട്ട് പല കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബ്രിട്ടനെ വിറപ്പിച്ച ഒരു മോഷണത്തിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.